നമസ്കാരം. നമ്മുടെ മീഡിയ വൺ സ്പോർട്സ് ചാനൽ വിവിധ അതിഥികൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഫിഫയുടെ ഭാഗമായി പ്രവർത്തിച്ചവർ വന്നിട്ടുണ്ട്. അതല്ലാതെ അന്താരാഷ്ട്ര മത്സരങ്ങൾ കവർ ചെയ്ത് പരിചയമുള്ള ജേർണലിസ്റ്റുകൾ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഗസ്റ്റുകൾ വന്നിട്ടുണ്ട്. ഇന്നും നമ്മുടെ കൂടെ വളരെ വ്യത്യസ്തനായിട്ടുള്ളൊരു അതിഥിയാണുള്ളത്. ഡോക്ടർ റിനൂപ് രാമചന്ദ്രൻ. അദ്ദേഹം കോഴിക്കോട് കാലിക്കറ്റ് ബേബി ഹോസ്പിറ്റലിലെ എമർജൻസി മെഡിസിൻ വിഭാഗ മേധാവിയാണ്. കൂടാതെ ഖത്തർ ലോകകപ്പിൻ്റെ മെഡിക്കൽ ടീമിലുണ്ടായിരുന്നു. ഇതിനെല്ലാം പുറമെ അദ്ദേഹം ഒരു ഫുട്ബോൾ പ്രേമിയാണ്. അപ്പോൾ അദ്ദേഹത്തോട് നമ്മുടെ ഫുട്ബോളിലെ ഏറ്റവും റെലവൻറ്റ് ടോപ്പിക്കായിട്ടുള്ള ഇഞ്ചുറീസിനെ കുറിച്ചും കൂടാതെ നമ്മുടെ കളിയെക്കുറിച്ചുള്ള കുറച്ച് വീക്ഷണങ്ങളൊക്കെ ചോദിക്കാമെന്നാണ് വിചാരിക്കുന്നത്. സ്വാഗതം ഡോക്ടർ. താങ്ക് യു. എനിക്ക് തോന്നുന്നു നമ്മുടെ ഖത്തർ ലോകകപ്പിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിക്കുന്നത്. എങ്ങനെയാണ് ഒരു ഖത്തർ ഒരു ഫുട്ബോളിലെ ഏറ്റവും വലിയ ടൂർണമെൻറ്റ് എന്ന് പറയുന്നത് വേൾഡ് കപ്പാണ്. കാരണം അതിനേക്കാൾ പീക്ക് ഒരു ടൂർണമെൻറ്റ് വരാനില്ല. അപ്പോൾ അത്രയും ഒരു വലിയ ഒരു ടൂർണമെൻറ്റിൽ ഒരു മെഡിക്കൽ ടീമിൽ പ്രവർത്തിച്ചൊരു എക്സ്പീരിയൻസും അതിലേക്ക് എത്തപ്പെട്ടതൊക്കെ ഒന്ന് ആദ്യം തന്നെ ഇങ്ങനൊരു അവസരം ലഭിച്ചതിൽ വളരെയധികം സന്തോഷം. ഞാൻ ആക്ച്വലി സെക്കൻഡ് ടൈമാണ് ഈ ഒരു ഫ്ലോറിൽ വരുന്നത്. ഇതിനു മുമ്പ് നമ്മൾ ഒരു ഹെൽത്ത് റിലേറ്റഡ് ഒരു ഫോൺ ഇൻ പ്രോഗ്രാം ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ടൈം, അതായത് എപ്പോഴും നമ്മൾ സാധാരണ വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യാറ്. ആദ്യമായിട്ടാണ് ഒരു ഫുട്ബോൾ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇതിലേക്ക് പങ്കെടുക്കാൻ പറ്റുന്നത്. അത് ആക്ച്വലി എനിക്ക് ആക്ച്വലി വളരെ ഇഷ്ടമാണ്. നമ്മളൊരു പ്രൊഫഷൻ ഉണ്ട്, അതിന് പുറമെ ഇതൊരു പാഷൻ എന്നുള്ളത് കൂടി ഉള്ളതുകൊണ്ട് ഇങ്ങനെയൊരു ഇതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ 2022 ഫിഫ വേൾഡ് കപ്പ് ഖത്തറിലെ ഫിഫ വേൾഡ് കപ്പിൻ്റെ മെഡിക്കൽ ടീമിൻ്റെ ഭാഗമായിരുന്നു. അതിൽ ആക്ച്വലി നമ്മൾ ഈ ഇവൻ്റ് നടക്കുന്ന സമയത്ത് നവംബർ ഡിസംബറിലാണ് വേൾഡ് കപ്പ് നടക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ആ ഇയറിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരു ജനുവരി ഫെബ്രുവരി ഒക്കെ ആകുമ്പോഴേക്കും എമർജൻസി മെഡിസിൻ ഡോക്ടേഴ്സിനെ ഇതിന് വേണ്ടിയിട്ട് ഹയർ ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് നമുക്കറിയാം, ഈ ഒരു മാച്ചസ് നടക്കുമ്പോൾ ആ മാച്ച് നടക്കുക മാത്രമല്ല, ഒരുപാട് ആൾക്കാർ വരുന്ന ഒരു സ്ഥലമാണ്. ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാർ വരുന്ന ഒരു ഇവൻറ്റും കൂടിയാണ്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവാം. ഈ ലൈക്ക് മാസ് കാഷ്വാലിറ്റി, ഡിസാസ്റ്റർ, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇതിനെ നേരിടാൻ വേണ്ടിയിട്ട് എമർജൻസി മെഡിസിൻ ഡോക്ടേഴ്സിനെ എല്ലാം ലോകമെമ്പാടുമുള്ള എമർജൻസി മെഡിസിൻ ഡോക്ടേഴ്സിനെ ഹയർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അത് കണ്ടപ്പോഴാണ് ഞാൻ അപ്ലൈ ചെയ്തത്. പക്ഷേ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അതിൽ ഒരുപാട് ക്രൈറ്റീരിയസ് ഉണ്ട്. അതായത് ഇതിനു മുമ്പ് ഒരു മേജർ ഇവൻറ്റിൻ്റെ ഭാഗമായിരിക്കണം. ഈ പറഞ്ഞ പോലെ വേൾഡ് കപ്പ് അല്ലെങ്കിൽ ഒളിമ്പിക്സ്, കോമൺവെൽത്ത് ഗെയിംസ്, അങ്ങനെയുള്ള മേജർ ഇവൻറ്റ്സിൻ്റെ ഭാഗം, അങ്ങനെയുള്ള അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഒക്കെ അവർ കൺസിഡർ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇതിനു മുമ്പ് ഉണ്ടായിരുന്നില്ല. പക്ഷേ നമ്മൾ മെയിൻലി ഞാൻ ഹൈലൈറ്റ് ചെയ്തിരുന്ന നമ്മൾ കേരള ഫ്ലഡ്, അതുപോലെ തന്നെ കോവിഡിൻ്റെ ടൈമിലുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ ഒരു ഫ്ലൈറ്റ് ക്രാഷ് ഉണ്ടായിരുന്നു, കരിപ്പൂരിലുണ്ടായിരുന്ന ഫ്ലൈറ്റ് ക്രാഷ്, അങ്ങനെയുള്ളതിനൊക്കെ ഒരു ആ സമയത്തുള്ള പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്തതും അതിലുള്ള ലീഡർഷിപ്പ് റോളും അങ്ങനെയുള്ളൊക്കെ കാര്യങ്ങളിലുള്ള ഒരു എക്സ്പീരിയൻസ് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതൊക്കെ വെച്ചിട്ടാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. അങ്ങനെ സെലക്ട് ചെയ്യപ്പെട്ടു. ഈ വേൾഡ് കപ്പ് നടക്കുന്ന 2 മാസം ഒക്ടോബർ മുതൽ ഡിസംബർ വരെ ഞാൻ ഖത്തറിലുണ്ടായിരുന്നു. മെഡിക്കൽ ടീമിൻ്റെ ഭാഗമായിട്ട് ഖത്തറിലുണ്ടായിരുന്നു. വർക്ക് കൾച്ചർ എങ്ങനെയായിരുന്നു? സ്റ്റേഡിയം ബേസ് ചെയ്തിട്ടാണോ? അത് നമ്മളിപ്പോൾ നേരിട്ട് പ്ലേയേഴ്സിനെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതല്ല നമ്മളെ ജോലി എന്ന് പറയുന്നത്. കാരണം അവർക്ക് അവരുടേതായിട്ടുള്ള സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടീം ഡോക്ടേഴ്സും ഫിസിയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നേരിട്ട് അങ്ങനെയല്ല വരുന്നത്. നമ്മൾ ഈ മെയിൻലി നമ്മളെ സ്റ്റേഡിയത്തിലും അതുപോലെ തന്നെ ഫാൻസ് ഏരിയയിലും അങ്ങനെയൊക്കെയുള്ള മാസ് ഗ്യാതറിങ്സ് വരുന്ന സ്ഥലങ്ങളിൽ എമർജൻസീസ് ഉണ്ടാവും. ഒരാൾക്ക് എമർജൻസി ഉണ്ടാവും, ഒരാൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാം, അല്ലെങ്കിൽ മാസ് കാഷ്വാലിറ്റീസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ് മെയിൻലി നമ്മൾ ഇവൻറ്റിൻ്റെ സമയത്ത് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ്, അതുപോലെ ഇത്രയും വലിയൊരു ഇവൻറ്റിൻ്റെ ഭാഗമായി നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പെട്ടെന്ന് എന്തെങ്കിലും ഒരു ചാലഞ്ചസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫേസ് ചെയ്യുന്നത്? അത് നമ്മളൊരു എമർജൻസി മെഡിസിൻ ഡോക്ടർ ആയതുകൊണ്ട് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അതിൽ അങ്ങനെ ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങൾ കുറവായിരുന്നു. നമുക്കങ്ങനെ വലിയൊരു മാസ് കാഷ്വാലിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു ജേർണലിസ്റ്റ് ഒരു മരണം ഉണ്ടായിരുന്നു. വളരെ പെട്ടെന്നൊരു ചെസ്റ്റ് പെയിനൊക്കെ വന്ന് കൊളാപ്സായ ഒരു കേസ് ഉണ്ടായിരുന്നു. അത് മാത്രമാണ് ഒരു ഹൈ പ്രൊഫൈൽ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നത്. ബാക്കിയുള്ളതൊന്നും അങ്ങനെ നമ്മൾ റുട്ടീനിൽ കാണുന്ന ഒരു കാര്യങ്ങൾ തന്നെയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരു ഫുട്ബോൾ പ്രേമിയാണ്. അപ്പോൾ ഈ വേൾഡ് കപ്പ് നടക്കുന്ന സമയത്ത് ഈ 2 മാസം അവിടെ ഉണ്ടാവുക, അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് അവിടെ ഉണ്ടാവുക, അതുപോലെ തന്നെ ഞാൻ അർജൻറ്റീന മെസ്സി ഫാനും കൂടിയാണ്. അപ്പോൾ അർജൻറ്റീന കപ്പടിക്കുന്നു, മെസ്സി എന്താ പറയുക ഫസ്റ്റ് വേൾഡ് കപ്പ് അടിക്കുന്നു എന്നൊക്കെ പറയുമ്പം ആ ഒരു മൊമെന്റിൽ അവിടെ ഉണ്ടാവുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യം തന്നെയായിരുന്നു. ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് തന്നെ മത്സരം അതെ അല്ല ആസ്വദിക്കാൻ പറ്റും. എങ്ങനെയാണ് അതിൻ്റെ ഒരു അത് ഡ്യൂട്ടിയിലുള്ള സമയത്ത് പറ്റില്ല നമുക്ക്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഫ്രീ ടൈംസ് ഉണ്ടാവുമല്ലോ. നമ്മൾ എല്ലാ സമയത്തും കണ്ടിന്യൂസ് ഡ്യൂട്ടി ആയിരിക്കില്ല. ഈ പറഞ്ഞ പോലെ അല്ലാത്ത സമയത്ത് ഡ്യൂട്ടി ഇല്ലാത്ത സമയങ്ങളിൽ നമുക്ക് മാച്ചസും ഇതൊക്കെ കാണാം. നമുക്കിനി ഈ ഫുട്ബോൾ ലോകത്തെ ഏറ്റവും വലിയ ടോപ്പിക്കാണ് ഇപ്പോൾ ഇഞ്ചുറീസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ലോകത്തെ ഏതാണ്ട് എല്ലാ വലിയ ക്ലബ്ബുകളും അതിൻ്റെ ക്രൈസിസുകൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ബാഴ്സലോണ ഒരു വശത്ത് ഭയങ്കര ഇഞ്ചുറീസാണ്, റയലുണ്ട്. അതുപോലെ തന്നെ ഫുട്ബോൾ ഭയങ്കര ടോപ്പിക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ താരങ്ങളിങ്ങനെ ക്ലബ്ബുകൾ അവരെ ഊറ്റിയെടുക്കുകയാണ്, അതുകൊണ്ടാണ് ഈ ഇഞ്ചുറി വരുന്നത് എന്നുള്ള രീതി വലിയ ഡിസ്കഷൻ. ഇപ്പോൾ പോയ സീസണിൽ ഈ ചാമ്പ്യൻസ് ലീഗിൻ്റെ മത്സരങ്ങളെ എണ്ണൊക്കെ കൂട്ടിയപ്പോഴുള്ള പ്രധാനപ്പെട്ട ഒരു വിമർശനം അതായിരുന്നു. ഇപ്പോൾ റയൽ കോച്ച് ആഞ്ചലോട്ടിയൊക്കെ പറയുകയും ചെയ്തു. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് സാറിൻ്റെ ഒരു വീക്ഷണം?
ഇഞ്ചുറീസ് ആക്ച്വലി ഇപ്പം നമ്മൾ ജനറലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്ലേയേഴ്സിൻ്റെ ഇടയിൽ ഇഞ്ചുറി വളരെയധികം കൂടിയിട്ടുണ്ട്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം ഒന്ന് ഫിക്സ്ചർ കൺജഷൻ തന്നെയാണ്. ഫിക്സ്ചർ കൺജഷൻ അത്യാവശ്യം നല്ല രീതിയിലുണ്ട്. എനിക്ക് തോന്നുന്നു 2024 റോഡ്രി, നമ്മൾ മാഞ്ചസ്റ്റർ സിറ്റിൻ്റെ റോഡ്രിൻ്റെ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു. അതായത് ഇത്രയും നമ്മൾ സ്ട്രൈക്കിന് പോകേണ്ടി വരുന്നതാണ് റോഡ്രി പറഞ്ഞത്. അതായത് മാച്ചസിൻ്റെ എണ്ണം വളരെയധികം കൂടുകയാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇഞ്ചുറീസും കൂടുകയാണ്. അപ്പോൾ ഇങ്ങനെ മത്സരങ്ങളുടെ എണ്ണം കൂട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പ്ലേയേഴ്സ് സമരത്തിന് പോകുന്ന കാലം വിദൂരല്ലാന്നാണ് റോഡ്രി പറഞ്ഞത്. അത് റോഡ്രി പറഞ്ഞ് ഒരു 2 ആഴ്ച കഴിയുമ്പോഴേക്കും റോഡ്രിക്ക് ഒരു മേജർ ഇഞ്ചുറി, ഒരു നീ ഇഞ്ചുറി കഴിഞ്ഞ് ആ സീസൺ ഔട്ടായി. അപ്പോൾ ഇഞ്ചുറി എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു റിക്കറൻ്റ് ആയിട്ടുള്ള ഒരു പ്രശ്നമാണ്. ഒരു ഫിക്സർ കൺജഷൻ അതിൽ വളരെയധികം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്റ്റാണ്. ഇപ്പോൾ നമ്മൾ ഈ റോഡറിൻ്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ അതിൻ്റെ ആ പ്രീവിയസ് സീസണിൽ റോഡറി സിറ്റിക്ക് വേണ്ടി കളിച്ചതും അതുപോലെ തന്നെ സ്പെയിൻ നാഷണൽ ടീമിൻ്റെ കളികളുടെ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു 65ഓളം കളികളാണ് ആ ഒരു സീസണിൽ കളിച്ചിട്ടുള്ളത്. നമ്മൾ ഐഡിയലി കളിക്കാൻ പറ്റുന്ന ഒരു 40 to 50 ഗെയിംസാണ് ഒരു പ്ലെയർ പ്രോപ്പർ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പ്രോപ്പർ റിക്കവറിയൊക്കെ അലോ ചെയ്തുകൊണ്ട് കളിക്കാൻ പറ്റുന്ന ഒരു നമ്പേഴ്സ് എന്ന് പറയുന്നത് ഒരു 40 to 50 ഗെയിംസാണ് കളിക്കാൻ പറ്റുക. പക്ഷേ ആ റോഡറി ആ സീസണിൻ്റെ പ്രീവിയസ് സീസൺ ബാലൻഡിയോർ വിൻ ചെയ്ത സീസണാണ്. ആ സീസണിൽ അത്രയും കളികൾ കളിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിപ്പം ചെൽസിൻ്റെ പ്ലേയേഴ്സ് നോക്കുകയാണെങ്കിൽ കൈസൈഡൊക്കെ കഴിഞ്ഞ സീസണിൽ എവർ പ്രസൻ്റ് ആയിരുന്നു, എല്ലാ കളികളും കളിക്കും. അതിന് പുറമെയാണ് ഇൻ്റർനാഷണൽ ക്ലബ്ബ് മാത്രമല്ല ഇൻ്റർനാഷണൽ കമ്മിറ്റ്മെൻറ്റ്സും കൂടിയുണ്ട്. ഇൻ്റർനാഷണൽ ഗെയിംസിൻ്റെ നമ്പേഴ്സ് കൂടിയിട്ടുണ്ട്. ഇവർ തമ്മിലൊരു ഫൈറ്റും ഉണ്ട്. അതെ, ഇപ്പം ലൈക്ക് ഇപ്പോൾ യൂറോപ്പിൽ കളിക്കുന്ന ലാറ്റിൻ അമേരിക്കൻ പ്ലേയേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് മാച്ചസ് മാത്രമല്ല, അവർക്ക് ട്രാവലും ഭയങ്കര പ്രശ്നമാണ്. അതായത് ലാറ്റിൻ അമേരിക്കയിൽ പോയി ലാറ്റിൻ അമേരിക്ക കളി നടക്കുന്ന സ്ഥലങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് ആയിരിക്കും. ബൊളീവിയയിലൊക്കെ എന്ന് വെച്ചാൽ അത്രയും ഹൈ ആൾട്ടിറ്റ്യൂഡിൽ കളിച്ച് ഓക്സിജൻ ഡിപ്രിവേഷൻ സംഭവങ്ങളൊക്കെ ഇഷ്യൂസൊക്കെ ഉണ്ടാവും, ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടാവും. അതൊക്കെ കഴിഞ്ഞ് വീണ്ടും ട്രാവൽ ചെയ്ത് തിരിച്ചിവിടെ വന്ന് വീണ്ടും പ്രീമിയർ ലീഗ് കളിക്കുകയാണ്. അപ്പോൾ ഫിക്സ്ചർ കൺജഷൻ, ട്രാവൽ, ക്ലബ് മാച്ചസിൻ്റെ നമ്പർ കൂടി, ഇൻ്റർനാഷണൽ നമ്പേഴ്സ് കൂടി. ഇപ്പം ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫിക്സ്ചറിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ചാമ്പ്യൻസ് ലീഗ് നമ്പേഴ്സ് കൂടി. ഇപ്പോൾ നമ്മൾ ക്ലബ് വേൾഡ് കപ്പ് കാണുകയാണെങ്കിൽ അത് 32 ടീം എണ്ണം കൂട്ടി. ഇത് അൾട്ടിമേറ്റ്ലി ഈ മാച്ചിൻ്റെ എണ്ണം കൂട്ടുക എന്ന് പറയുന്നത് റവന്യൂ കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇപ്പോൾ UEFA ആണെങ്കിലും FIFA ആണെങ്കിലും എന്താണെങ്കിലും മാച്ചിൻ്റെ നമ്പർ കൂടും തോറുന്നു വെച്ചാൽ അവർക്ക് റവന്യൂ കൂടുകയാണ്. പക്ഷേ അൾട്ടിമേറ്റ്ലി അത് സഫർ ചെയ്യുന്നത് പ്ലേയേഴ്സ് ആണ്. നമ്മൾ പറയുന്നത് എന്താ പറയുക, വർക്ക് ലോഡ് കൊണ്ട് അവർക്ക് ഇഞ്ചുറി വന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മൾ കൂടുതൽ സംസാരിക്കും. ഇതിന് അപ്പുറത്ത് മറ്റൊരു കാര്യം കൊണ്ട് ഇപ്പോൾ നമ്മൾ ചില പ്ലേയേഴ്സിന് നമ്മൾ പറയും അവരൊരു ഇഞ്ചുറി പ്രോൺ പ്ലെയർ എന്ന് പറയും. അത് എങ്ങനെയാണ് അങ്ങനെ അവരുടെ ഫിസിക്കൽ അങ്ങനെ സംഭവിക്കുന്നതാണോ? എന്താണ് ഡോക്ടറുടെ അഭിപ്രായം? ഫിസിക്കൽ എന്നുള്ളതല്ല, നമ്മളിപ്പം ഒരു ചില ഈ മസിൽ ഇഞ്ചുറീസ് ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ റിക്കറൻ്റ് ആയിട്ട് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇപ്പം എക്സാമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ ഒന്ന് ഹാംസ്ട്രിങ് ഇഞ്ചുറീസ് അല്ലെങ്കിൽ ഗ്രോയിൻ ഇഞ്ചുറീസ്. ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചുറി വന്നു കഴിഞ്ഞിട്ട് ഒരു പ്രോപ്പറായിട്ട് റിക്കവറി റീഹാബിലിറ്റേഷൻ ഒന്നും ഇല്ലാതെ വീണ്ടും കളിക്കാൻ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ റിക്കറൻസ് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അങ്ങനെ ഇഞ്ചുറി പ്രോൺ ആയിട്ടുള്ള കുറേ പ്ലേയേഴ്സ് ഉണ്ട്. ഇഞ്ചുറി പ്രോൺ എന്ന് പറഞ്ഞാൽ അവർ ജനിച്ചപ്പോഴേ ഇഞ്ചുറി പ്രോൺ എന്നുള്ളതല്ല, അവർക്ക് ഒരു ഇഞ്ചുറി വന്നു പക്ഷേ അതിൻ്റെ മേലെ റിക്കറൻ്റ് ആയിട്ട് ഇഞ്ചുറി വന്നുകൊണ്ടിരിക്കുകയാണ്. നെയ്മറിന് നമ്മളിപ്പം നോക്കുകയാണെന്നുണ്ടെങ്കിൽ റീസെൻ്റ്ലി ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പ്ലേയേഴ്സ് നമ്മളിപ്പം ഞാനിപ്പം ചെൽസി ഫാൻ ആയതുകൊണ്ട് നമ്മളെപ്പോഴും പറയുന്നത് നമ്മളെ എൻഗോളോ കാണ്ടെ ആക്ച്വലി എനിക്ക് തോന്നുന്നു 2019 യൂറോപ്പ ഫൈനൽ ആക്ച്വലി ഇഞ്ചുറി വിത്ത് ഇഞ്ചുറിയാണ് കളിച്ചത്. കാരണം ആ സീസണിലെ ലാസ്റ്റ് ഗെയിമാണ് ഒരു ഫൈനലൊക്കെ ഒരു കപ്പ് ഫൈനലാണ്. അപ്പോൾ ആ കളി മിസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വിത്ത് പെയിനാണ് കളിച്ചത്. പക്ഷേ അതിന് ശേഷം നമുക്കറിയാം ഒരു സീസൺ പോലും കാണ്ടെ ഫുള്ള് കളിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റിക്കറൻ്റ് ആയിട്ട് ഇഞ്ചുറി വരും. അതുപോലെ തന്നെ നമ്മുടെ ബാഴ്സലോണേൻ്റെ ഒരു ഫ്രഞ്ച് ഡിഫൻഡർ ഉണ്ടായിരുന്നു, ഉംറ്റിറ്റി 2018 വേൾഡ് കപ്പ് വിന്നറാണ്. ആക്ച്വലി നീ ഇഞ്ചുറി ഉണ്ടായിരുന്നു. നീ ഇഞ്ചുറിയാണ് മൂപ്പര് വേൾഡ് കപ്പ് ത്രൂ ഔട്ട് കളിച്ചത്. പക്ഷെ അത് ആ പ്ലെയറിനെ സംബന്ധിച്ചിടത്തോളം വേൾഡ് കപ്പ് കളിക്കുക എന്ന് പറയുന്നത് ഒരു ഡ്രീമാണ്. അപ്പോൾ ഈ ഒരു ഇതിന് സർജറി ചെയ്ത് കഴിഞ്ഞാൽ അത് ആക്ച്വലി ബാഴ്സലോണയിലെ ഡോക്ടേഴ്സ് സർജറി റെക്കമെൻഡ് ചെയ്തതാണ്. പക്ഷേ സർജറി പോയി കഴിഞ്ഞാൽ ആൾക്ക് വേൾഡ് കപ്പ് കളിക്കാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു റിസ്ക് എടുത്താണ്, വേൾഡ് കപ്പ് കളിക്കാൻ വേണ്ടിയിട്ട് റിസ്ക് എടുത്താണ്. പക്ഷേ അതിനുശേഷം ആളെ കരിയറില്ല. അതായത് ഒരു ഏർലി 20s ഇത് നടക്കുന്നത്. അതിനുശേഷം പക്ഷേ മൂപ്പരെ കരിയർ തന്നെ അവിടെ അവസാനിച്ചു. അപ്പോൾ എപ്പോഴും ഒരു ഇഞ്ചുറി ഉണ്ടായി കഴിഞ്ഞാൽ അത് റിക്കവർ ചെയ്യാനുള്ളൊരു ടൈം കൊടുക്കുക. പൂർണ്ണമായിട്ട് റിക്കവർ ചെയ്യാതിന് ശേഷം വീണ്ടും മാച്ചസ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അതിലൊരു പ്രിവെൻറ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. നമ്മൾ ഈ ഫുട്ബോൾ പ്ലേയേഴ്സിന് കോമൺ ആയിട്ട് കുറേ ഇഞ്ചുറീസ് പേര് ഇപ്പോൾ നമ്മൾ സ്പോർട്സ് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും നമ്മൾ സ്ഥിരം കേൾക്കുന്ന കുറച്ച് പേരുകളുണ്ട്. ACL ഇഞ്ചുറി, ഹാംസ്ട്രിങ് ഇഞ്ചുറി, ഇതൊക്കെ ഒന്ന് ലളിതമായിട്ടൊന്ന് വിശദീകരിച്ചാൽ നന്നായിരുന്നു. നമ്മൾ ഫുട്ബോൾ എന്ന് പറയുമ്പോൾ ഒരു കോണ്ടാക്ട് സ്പോർട്സ് ആണ്. കോണ്ടാക്ട് സ്പോർട്സ് ആണ്. അപ്പോൾ കോണ്ടാക്ട് സ്പോർട്സിൽ ഇഞ്ചുറീസ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഈ പറഞ്ഞ ഒരുപാട് ഫിക്സർ കൺജഷൻ, പ്രോപ്പർ റിക്കവറി ഇല്ലാത്തത്, അതൊക്കെ ഇതിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്.
പിന്നെയുള്ളത് കോമൺ ആയിട്ടുള്ള മസിൽ ഇഞ്ചുറീസ്. നമുക്കിപ്പോൾ ഹാംസ്ട്രിങ് ഇഞ്ചുറി എന്ന് പറഞ്ഞാൽ നമ്മളെ തുടയുടെ പുറകിലുള്ള ഭാഗത്തിൻ്റെ മസിലാണ്. അത് കോമൺ ആയിട്ടുള്ളൊരു ഇഞ്ചുറി വരുന്ന ഒരു ഏരിയയാണ്. പ്രത്യേകിച്ചും ചില ആൾക്കാർക്ക് ഹാംസ്ട്രിങ് നല്ല ഹാംസ്ട്രിങ്സ് ചിലപ്പോൾ കുറച്ച് ടൈറ്റ് ആയിരിക്കും. അപ്പോൾ പ്രോപ്പറായിട്ട് പ്രൊഫഷണൽ ഫുട്ബോളേഴ്സൊക്കെ ഒബ്വിയസ്ലി പ്രോപ്പർ വാമപ്പ് ഇതൊക്കെ ആയിട്ടാണ് കളിക്കാൻ ഇറങ്ങുക. ബട്ട് സ്റ്റിൽ ഈ പറഞ്ഞ പോലെ പ്രോപ്പറായിട്ട് റിക്കവറി ഇല്ല എന്നുണ്ടെങ്കിൽ ഹാംസ്ട്രിങ് പുള്ളി ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ACL എന്ന് പറയുന്നത് നമ്മുടെ മുട്ടിൻ്റെ ഉള്ളിലുള്ള ലിഗമെൻ്റാണ് ഈ ACL എന്ന് പറയുന്നത്. ACL എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ മുട്ട് ഇപ്പം മുകളിലത്തെ എല്ലുണ്ട്, താഴത്തെ എല്ലുണ്ട്. അത് രണ്ടിനും ഇടയിൽ വാഷർ പോലെയുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ട്. അതിനാണ് നമ്മൾ മെനിസ്കസ് എന്ന് പറയുന്നത്. അതല്ലാതെ ഒരു മസിലിൻ്റെ വള്ളി പോലെയുള്ള ഈ മുകളിലത്തെ എല്ലിന് താഴത്തെ എല്ലിന് നമ്മൾ ജോയിൻ ചെയ്യുന്ന ലിഗമെൻറ്റ്സ് ഉണ്ട്. അതിനാണ് ACL എന്ന് പറഞ്ഞാൽ ആൻറ്റീരിയർ ക്രൂഷ്യേറ്റ് ലിഗമെൻ്റ് എന്നാണ് പറയുക. അതുപോലെ തന്നെ പോസ്റ്റീരിയർ ക്രൂഷ്യേറ്റ് ലിഗമെൻ്റ് ഉണ്ട്. അങ്ങനെയുള്ള ലിഗമെൻറ്റ്സ് ആണ് ഈ ജോയിനെ സ്റ്റേബിളാക്കി നിർത്താൻ വേണ്ടി സഹായിക്കുന്നത്. റിക്കവറി ടൈം കൂടുതലാണ് തോന്നുന്നു ACLൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ മറ്റേ നമ്മളിപ്പം ഹാംസ്ട്രിങ്ങിൻ്റെതും അല്ലെങ്കിൽ ഗ്രോയിനൊക്കെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റീഹാബിലിറ്റേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ മോസ്റ്റ് ഓഫ് ദ ടൈം സർജറി വേണ്ടി വരില്ല. പക്ഷേ നമുക്കൊരു ACL ഇഞ്ചുറി ഉണ്ടെന്നുണ്ടെങ്കിൽ 100% അത് സർജറി വേണ്ടതാണ്. ഒരു പ്രൊഫഷണൽ ഫുട്ബോൾ പ്ലെയർ ആണെന്നുണ്ടെങ്കിൽ ACL ഇഞ്ചുറി ഉള്ള ആൾക്ക് ACL കംപ്ലീറ്റ് ACL ഇഞ്ചുറി ആണെന്നുണ്ടെങ്കിൽ ആൾക്ക് എന്തായാലും സർജറി വേണ്ടി വരും. സർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 9 to 10 months എന്തായാലും സർജറി റീഹാബ് അത്രയും സമയം എടുക്കും. അത് എന്തായാലും ACL ഇഞ്ചുറി എന്ന് പറഞ്ഞാൽ 100% സർജറി വേണ്ട ഒരു കേസാണ്. മറ്റുള്ള മസിൽ ഇഞ്ചുറീസൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ റീഹാബ് റിക്കവറി അങ്ങനെയാണ് പോവുക. നമ്മൾ ഈ ഇഞ്ചുറീസിൻ്റെ കാര്യം പറയുന്ന കൂട്ടത്തിലാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആണ് ലെമീൻ യമാലിൻ്റെ ഇഞ്ചുറി. ഇപ്പോൾ ഞാൻ തന്നെ സ്പെയിനിലെ ഒരു പത്രം റിപ്പോർട്ട് ചെയ്യുന്നത് അവിടുത്തെ ഡോക്ടറാണ്, അദ്ദേഹം പേര് ഞാൻ വിട്ടുപോയി. അദ്ദേഹം പറയുന്നത് യമാലിൻ്റെ ഈ പരിക്കൊന്ന ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു എബിലിറ്റി ഇപ്പോൾ ഷോട്ടിലൊക്കെ അക്യുറസി 50% കുറഞ്ഞു എന്നാണ് പറയുന്നത്. എനിക്ക് എന്താണ് തോന്നുന്നത്? അത് ഞാൻ ഈ യമാലിൻ്റെ ഇഞ്ചുറി പറ്റി പറയുമ്പോൾ കുറേ ഡിഫറെൻറ്റ് വ്യാഖ്യാനങ്ങൾ നമുക്ക് കമൻസിലൊക്കെ വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഇത് കാരണമാണ് അത് കാരണമാണെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇപ്പോൾ ഈ ഇഞ്ചുറിയുടെ പേര് ഞാൻ പ്യുബാൽജിയ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഇഞ്ചുറിയുടെ പേര് ഞാൻ ഇങ്ങനെ വായിച്ചറിഞ്ഞത്. അപ്പോൾ ഈ ഇഞ്ചുറി ഇപ്പോൾ രണ്ട് പുതിയ പ്ലേയേഴ്സിനും കൂടിയും ഇത് വന്നിട്ടുണ്ട്. നിക്കോ വില്യംസ് അതുപോലെ മസ്റ്റൻഡൂനയ്ക്കും ഇതേ സെയിം ഇഞ്ചുറി റിപ്പോർട്ട്. എനിക്ക് ചോദിക്കാനുള്ളത് സാറിനോട്, അതായത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് ഇതേപോലെ അദ്ദേഹം ഫിസിയോ ആണ്, അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് ഇൻക്യൂറബിളാണ് ഈ ഒരു ഇഞ്ചുറി എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ വായിച്ചു അത് മെസ്സിക്കുണ്ടായിരുന്നു ഈ ഒരു ഇഞ്ചുറി, മെസ്സി അതിനെക്കുറിച്ച് മുന്നേ സംസാരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതെന്താണ് ഈ ഒരു ഇഞ്ചുറി, എങ്ങനെയാണ്? പ്യുബാൾജിയ എന്ന് പറയുന്നത് നമ്മുടെ ഗ്രോയിൻ ഇഞ്ചുറിയാണ്. ഗ്രോയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു തുടയുടെ മേലെ ഭാഗത്താണ് ഈ ഗ്രോയിൻ എന്ന് പറയുന്നത്, ഗ്രോയിൻ ഇഞ്ചുറീസ് എന്ന് പറയുന്നത്. അത് ഫുട്ബോൾ പ്ലേയേഴ്സിൽ വളരെ കോമൺ ആയിട്ടുള്ള, കാരണം നമ്മുടെ മൂവ്മെൻറ്റ്സ് നമ്മൾ പെട്ടെന്നുള്ള മൂവ്മെൻറ്റ്സും റൊട്ടേഷനൊക്കെ വരുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഇഞ്ചുറി ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് എഗെയിൻ ഈ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളിപ്പം യമാലിൻ്റെ പറഞ്ഞു, അതുപോലെ തന്നെ ഇപ്പം കോൾ പാമറിന് സെയിം ഇഞ്ചുറിയാണ് ഉള്ളത്, ഗ്രോയിൻ ഇഞ്ചുറിയാണ് ഉള്ളത്. അപ്പോൾ ഈ സീസൺ തുടങ്ങി ആദ്യം ഫുൾ റിക്കവറി ആവാതെ കളിക്കാൻ ഇറങ്ങി. മാഞ്ചസ്റ്റർ യുണൈറ്റഡായിട്ടുള്ള മാച്ചിൻ്റെ ഇടയിൽ ഗ്രോയിൻ പുള്ളി ചെയ്ത് സബ് ചെയ്യേണ്ടി വന്നു. ഇപ്പം ഒരു ലോങ് ആബ്സെൻസ് ആണ്. അപ്പോൾ അതാണ് പ്രശ്നം. നമ്മളിപ്പം യമാലിൻ്റെ കാര്യത്തിൽ എടുക്കുകയാണെങ്കിലും യമാലും ഫുള്ളി റിക്കവർ ആവുന്നതിന് മുമ്പ് തന്നെ ഹി വാസ് ഫോഴ്സ്ഡ് ടു പ്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇഷ്യൂ ഉണ്ട്. ഇപ്പം ഈ ചെൽസിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ മാക്സിമം നോക്കുന്നത് കോൾ പാമറിനെ മാക്സിമം പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. അതായത് ഫുള്ളി റിക്കവർ ആയതിനു ശേഷം മാത്രം കളിക്കളത്തിലേക്ക് ഇറങ്ങിയാൽ മതി എന്നുള്ളത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട അതാണ്, നമ്മൾ ആ ഇഞ്ചുറി ഫുള്ളായിട്ട് റിക്കവർ ചെയ്യാനുള്ളൊരു സമയം കൊടുക്കുക എന്നുള്ളതാണ്. അത് ഇല്ലെങ്കിൽ ആ ക്രോണിക് ഇഷ്യൂയിലേക്ക് പോകും. ക്രോണിക് ഗ്രോയിൻ പെയിൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് കംപ്ലീറ്റ്ലി റിക്കവർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇടയ്ക്കിടയ്ക്ക് പെയിൻ നമ്മളതുപോലെ തന്നെ ഇവിടെ ആകുമ്പോൾ ഷൂട്ട് ചെയ്യാനുള്ള അക്യുറസി അതിനൊക്കെ അഫക്റ്റ് ചെയ്യും, അവരുടെ കരിയറിനെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ അത് മാറാം. അല്ല, എൻ്റെ ഒരു സംശയമാണ്, ഇപ്പോൾ ചിലരുടെ പ്ലേയിങ് സ്റ്റൈല് കൂടുതൽ ഇഞ്ചുറി ഉണ്ടാക്കുന്ന ടൈപ്പ് അങ്ങനെ പറയാറുണ്ട്. അതിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ? അപ്പോൾ നമ്മൾ ചിലരുടെ പ്ലെയർ വരുമ്പോഴത്തേ പറയും, യമാലിനെ ഞാൻ മുമ്പ് തന്നെ പലരും കമൻസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരു ഇഞ്ചുറി എന്താ പറയുക വിളിച്ചു വരുത്തുന്ന ശൈലി എന്ന് പറയാം. നെയ്മറെ കുറിച്ചും പണ്ടേ അങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളിപ്പോൾ ഒരുപാട് ഡ്രിബിൾ ചെയ്യുന്ന ആൾക്കാരാകുമ്പോൾ ഡിഫൻഡേഴ്സ് എങ്ങനെയാണ് നമ്മൾ ടാക്കിൾ ചെയ്യാന്നുള്ള നമുക്ക് അറിയാലോ. ഒന്ന് അതുണ്ട്, അത് ആ പ്ലേയേഴ്സിൻ്റെ ഇഞ്ചുറി ഉണ്ടാവാനുള്ള ഒരു കാരണം ഒന്ന് ഇതാണ്. നമ്മൾ ഒരുപാട് നേരം ബോൾ ഹോൾഡ് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഒത്തിരി ഡ്രിബിൾ ചെയ്യുന്ന ആൾക്കാരാകുമ്പോൾ വെച്ചാൽ ഒബ്വിയസ്ലി ഡിഫൻഡേഴ്സ് ടാക്കിൾ ചെയ്യും, ഡിഫൻഡേഴ്സ് മാക്സിമം ടാക്കിൾ ചെയ്യും. അങ്ങനെയുള്ളപ്പം ഇഞ്ചുറി വരാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു പ്ലേ, പിന്നെ ചില ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ ഫിസിക്ക് കുറച്ച് വീക്ക്, ഒരു ബൾക്ക് ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഈ പറഞ്ഞ പോലെ ടാക്കിളോ അങ്ങനെയൊക്കെ വരുമ്പം ഇഞ്ചുറി ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി ഈ പറഞ്ഞ ഷൂട്ടിങ്ങിൻ്റെ ടെക്നിക്ക് അതുപോലെ തന്നെ മൂവ്മെൻറ്റ്സ് ഇതൊക്കെ ഗ്രോയിന് ഹാംസ്ട്രിങ്ങിന് ഇഞ്ചുറീൻ്റെ ഒക്കെ ഇത് കൂട്ടും. നമുക്കിപ്പം റീസെൻ്റ്ലി കണ്ടിട്ടുണ്ടാവും കെവിൻ ഡി ബ്രൂയിനെ പെനാൽറ്റി എടുക്കുന്ന സമയത്ത് ഹാംസ്ട്രിങ് പുള്ളി ചെയ്തത്. അപ്പം അതൊക്കെ ഈ പറഞ്ഞ പോലെ ടെക്നിക്സും ഈ ഫിസിക്കും മറ്റ് കോണ്ടാക്ട് സ്പോർട്സ് ആകുമ്പോൾ മറ്റ് ടാക്കിള് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്.